യെസ് അഡ്വക്കേറ്റ് PM നിയാസ്, അതുകൊണ്ട് ഹിസ്ബുള്ളയോടും ഹമാസിനോടുമുള്ള സ്നേഹമെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് കാണിക്കൂ, അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കൂ. ലക്ഷദ്വീപിൽ തെങ്ങിന് പച്ചപ്പെയിൻ്റ് അടിച്ചപ്പോൾ അരിശം കൊണ്ടവരാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു അരിശം, രോഷം എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ആരും ഉത്തരം തരുന്നുമില്ല, കൃത്യമായിട്ടുള്ള ഉത്തരം. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ നടക്കുന്നത് മനുഷ്യഹത്യയാണ്, ന്യൂനപക്ഷ വേട്ടയാണ്. അത് അവസാനിപ്പിക്കണം, ലോകരാഷ്ട്രങ്ങൾ ഇടപെടണം എന്ന നിലപാട് കോൺഗ്രസിന്റെ നിലപാട്. അതിന് പിന്നിൽ ആരാണ്? അവരുടെ പേരെടുത്ത് എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? അഡ്വക്കേറ്റ് നിയാസ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാത്ത എന്തുകൊണ്ടാ? നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? ഈ കൂട്ടക്കൊല നടത്തുന്നത്, ഈ ഹിന്ദു വംശഹത്യ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം എന്തുകൊണ്ട് അഡ്വക്കേറ്റ് PM നിയാസോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അങ്ങ് ചോദിച്ചത് 100% അങ്ങ് പറഞ്ഞത് 100% ചോദ്യം. ഞാൻ ചോദ്യത്തിന് ഒരു മറുചോദ്യം ചോദിക്കാം. ഇന്ത്യയെ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, കുക്കിയും മെയ്ത്തിയും തമ്മിൽ ഒരു സംഭവം ഉണ്ടാവുന്നു, ഒരു അക്രമം ഉണ്ടാവുന്നു. 1.5 കൊല്ലമായി നടക്കുകയാണ്. 487 ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, നിരവധി സ്ത്രീകൾ മാനഭംഗപ്പെടുന്നു, ജീവത്യാഗം നടക്കുന്നു. എന്തേ നിങ്ങളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിലെ കാരണക്കാർ ഇന്നവരാണ് എന്ന് പറയാത്തത് എന്തേ? അതിനെന്താ നാവ് പൊന്താത്തത്? അനിൽ നമ്പ്യാർക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്ത BJP ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് ഒരു ആയിക്കോട്ടെ അവിടെ ഉണ്ടായപ്പോ ആദ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഇടപെട്ട് അവിടെ പട്ടാള ഭരണം ഏർപ്പെടുത്തി പട്ടാളക്കാരൊക്കെ ഉപയോഗിച്ച് അത് മാസങ്ങൾക്കകം അത് അവസാനിപ്പിച്ചു. ഇന്ന് നിങ്ങളുടെ ഗവൺമെന്റ്, ആ സംസ്ഥാന ഗവൺമെന്റ് വീഴ്ചയാണെങ്കിൽ ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് വല്ലാത്ത ആത്മരോഷം അങ്ങ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ ചോദ്യം, അത് മണിപ്പൂരിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഈ ലോകത്തെവിടെയാണെങ്കിലും ന്യൂനപക്ഷ വേട്ടയും മനുഷ്യത്വരഹിതമായ വേട്ടയും അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ട്. BJPക്കും നരേന്ദ്രമോദിക്കും RSSനും ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷ വേട്ടകൾക്ക് പ്രശ്നം പറയുമ്പോൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ പൗരത്വം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരു മതത്തിനെ മാത്രം ഒഴിവാക്കാനുള്ള നിങ്ങളുടെ ഈ മഞ്ഞപ്പിത്തം പിടിച്ചവന്റെ ആ കണ്ണ് നിങ്ങൾക്ക് ഉണ്ടായതാണ്. ഇവിടെ RV ബാബുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ മറുപടി പറയാം. RV ബാബുവിനോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് മണിപ്പൂരിലെ അവിടുത്തെ ക്ഷേത്രം പൊളിച്ചത് മഹാതെറ്റാണ്. അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു സമുദായത്തിന്റെ ക്ഷേത്രങ്ങളോ പള്ളികളോ ദേവാലയങ്ങളോ തകർക്കാൻ പാടില്ല. അത് പരമ തെറ്റാണ്. എന്നാൽ 487 ക്രൈസ്തവ ദേവാലയങ്ങൾ ഈ രാജ്യത്ത് തകർന്നപ്പോ നരേന്ദ്രമോദിക്ക് 1.5 കൊല്ലമായി അവിടെ ഒന്ന് അവരെ വിളിച്ച് ചർച്ച ചെയ്യാൻ നരേന്ദ്രമോദിക്ക് 1 മിനിറ്റ് പോലും സമയം കിട്ടിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിച്ചില്ല, ഞങ്ങൾ സമരം ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. മണിപ്പൂർ ഇന്ത്യയിലെ സംസ്ഥാനമല്ലേ മണിപ്പൂർ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അങ്ങയുടെ സംഘടന അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ BJP ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു സമരം ചെയ്താൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അന്ന് ഇപ്പൊ വലിയ പ്രയാസം പറയുന്നുണ്ടല്ലോ പലസ്തീനെ കുറിച്ച്. അങ്ങ് പറഞ്ഞ വലിയൊരു തെറ്റുണ്ട് UN കുറിച്ച്. UN ഇസ്രായേലിൽ നടത്തിയ ഹമാസിന്റെ അക്രമം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടത് ഞാൻ കേട്ടതാണ്. അത് UN ആണ്. ഇപ്പൊ UN നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നില്ല. യഥാർത്ഥ സംഗതികൾ ഇന്ത്യയിൽ നടക്കുന്ന യഥാർത്ഥ സംഗതികൾ UN പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൊടിക്കുന്നു. ലോകം മുഴുവനും മുഖം മോശം. ഞാനത് പറഞ്ഞോട്ടെ, ദയവ് ചെയ്ത് അങ്ങ് ബാബു സംസാരിച്ചപ്പോ ഇടപെടാത്ത അങ്ങ് ദയവ് ചെയ്ത് അങ്ങയുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു അഗ്രസീവ് ജേർണലിസം എല്ലാവരോടും വേണം. ഈ വിനീതരായ ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ അങ്ങയുടെ അഗ്രസീവ് ജേർണലിസം ദയവായി എനിക്കൊന്ന് സംസാരിക്കാനുള്ള അവസരം തരൂ. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, UN-നോട് നിങ്ങൾ ഇപ്പോ പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. അങ്ങനെ തെറ്റായ കാര്യമാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ UN സഭയിൽ സാധിക്കും. എന്തുകൊണ്ട് സാധിക്കുന്നില്ല?
മുഖം നഷ്ടപ്പെട്ട നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ വികസനത്തെ അവസാനം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന BJP ഗവൺമെന്റിന്റെയും മുഖം നഷ്ടപ്പെട്ടപ്പോ കണ്ണാടി തല്ലിപ്പൊലിക്കുന്നത് പോലെ UN യുണൈറ്റഡ് നാഷനെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടി തെറ്റൽ. പിന്നെ ഗോവധ നിരോധനത്തെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഗോവധത്തെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ ഗോവധ നിരോധനം തെറ്റാണ് ശരിയാണ് എന്ന് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഗോവധ നിരോധനം നിയമമാണല്ലോ, നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ അത് നിയമമാണല്ലോ. അവിടെ ഏതെങ്കിലും ഒരു നിയമത്തിൽ അത് സംഘപരിവാറുകൾക്ക് ആ ഗോവധം നടത്തുന്ന ആളുകളെ അങ്ങ് നിഷ്കരണം കൊല്ലാമെന്ന് ഏതെങ്കിലും നിയമമുണ്ടോ? അനിൽ നമ്പ്യാരെ, അങ്ങക്ക് നിയമവും നീതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ വാദോരത സംസാരിക്കുന്ന മനുഷ്യ കേക്ക് അല്ല. RV ബാബുവിന് തന്റെ ഇടമുണ്ടെങ്കിൽ ഒരു ചർച്ച വെക്കൂ നാളെ, ഞാൻ കൊണ്ടുവരാം. അതിന് രേഖകൾ അങ്ങേക്ക് ഞാൻ അയച്ചു തരാം. അങ്ങയുടെ ജനൽ TV 1 മണിക്കൂർ ചർച്ച വെക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ കൊണ്ടുവരാം. 100 കണക്കിന് ലങ്കാ മഹേഷിന്റെ പുതിയ കണ്ടെത്തൽ എന്റെ പ്രിയപ്പെട്ട അങ്ങയെ TVയുടെ തലവനാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ഒരു നരേറ്റീവ് ലങ്കാ മഹേഷിന്റെ മരണത്തിൽ അങ്ങയുടെയൊക്കെ നരേറ്റീവ്, അത് അങ്ങക്ക് ഞാൻ നോബൽ സമ്മാനം, ഇത് ഇപ്പോ ബംഗ്ലാദേശ് ഭരിക്കുന്ന വ്യക്തിക്കല്ല, അങ്ങേക്കാണ് ഇതുപോലെ കാര്യത്തിൽ നോബൽ സമ്മാനം തരേണ്ടത് എന്ന് ഞാൻ അങ്ങയോട് ശുപാർശ ചെയ്യുകയാണ്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പലസ്തീൻ ഇസ്രായേൽ പലസ്തീൻ നടത്തിയാലും തെറ്റാണെന്ന് ആർജവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അങ്ങ് പറഞ്ഞല്ലോ ജനസംഖ്യയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറയാൻ അറിയാം. അങ്ങ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം കുറയുന്നു, കേരളത്തിൽ കൂടുന്നു, അല്ല ഇന്ത്യയിൽ കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങയുടെ ഈ ആക്രോശമുണ്ടല്ലോ, ആ ആക്രോശം ഇന്ത്യയുടെ ഭരണഘടന കണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. പിന്നെ സംഭാലിനെ കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സംഭാലിനെ കുറിച്ച് ഭരണഘടന ഇന്ത്യയുടെ രാജ്യസഭയിലും ലോകസഭയിലും കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ നോട്ടീസ് കൊടുത്ത് ചർച്ച വെച്ചോ? 5 ദിവസം നിങ്ങൾ ലോകസഭയും രാജ്യസഭയും നിർത്തിവെക്കാനുള്ള കാരണം എന്താ? അങ്ങയുടെ ഇഷ്ടക്കാരനായ അങ്ങയുടെ ലോക കോടതികൾ പോലും, അമേരിക്ക ഉൾപ്പെടെയുള്ള താങ്കളുടെ ഏറ്റവും വലിയ താങ്കളുടെ നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരനായ അമേരിക്ക പോലും പിന്നെ അദാനി കേസെടുത്തപ്പോ അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ 5 ദിവസം ചർച്ച ചെയ്യാതെ 5 ദിവസം നിയമസഭയും ലോക്സഭയും രാജ്യസഭയും പൂട്ടിയിട്ട് പോയല്ലോ. അത് പൂട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട്, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞ എന്തുകൊണ്ടാ? ഭാരതത്തിലെ ആ ജനസംഖ്യ ഞാൻ അങ്ങയോട് മറുപടി പറയാം. ഒരു മിനിറ്റ് ഞാൻ പറയാം. അങ്ങ് ചോദിച്ചിട്ട് ഉത്തരവും അങ്ങ് തന്നെ പറഞ്ഞ അവസാനിപ്പിക്കല്ലോ. ഇന്ന് RSSന്റെ നേതാവ് എന്താ പറഞ്ഞത്? മിനിമം 3 കുട്ടികൾ ഉണ്ടാവണം, ഇല്ല എങ്കിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ വലുപ്പം കൂടും. എന്താ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും സമുദായവും തമ്മിലുള്ള വ്യത്യാസം? ന്യൂനപക്ഷങ്ങൾ ഈ ജനന പ്രക്രിയകൾ എണ്ണം കൂട്ടുന്നു. നിങ്ങൾ ജനന കൊടുക്കുവാൻ നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട RSSകാർ ഇന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിൽ 3 അംഗങ്ങൾ ഉണ്ടാകണം. 3 അംഗങ്ങളുള്ള ഹൈന്ദവ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം നിങ്ങൾ കണക്കെടുത്തല്ലോ. എന്തേ 3-ൽ കൂടുതൽ 4-ഉം 5-ഉം? ഞാൻ 5 മക്കളിൽ പെട്ട ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. എത്ര പേരെ മറിച്ച് കാണിച്ചു തരാൻ പറ്റും? അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണോ? ഇന്ത്യയിലെ ഭരണകൂടത്തിനാണോ? അപ്പൊ അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു, RSS ഉത്തരം പറഞ്ഞു. അത് തന്നെയാണ് പാകിസ്ഥാനിലും അത് തന്നെയാണ് ബംഗ്ലാദേശിലും നടന്നുകൊണ്ടിരിക്കുന്നത്. RSS ഇന്ന് പറഞ്ഞത് ഒരു 50 കൊല്ലം മുമ്പ് RSS പറഞ്ഞിരുന്നുവെങ്കിൽ, നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതിന് ഉത്തരം കിട്ടുമായിരുന്നല്ലോ. ഞാൻ അതിലൊക്കെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഇവിടെ പറയാൻ കാരണം, ഇത് അങ്ങ് ചോദിച്ചല്ലോ, അങ്ങല്ല ബാബു ചോദിച്ചല്ലോ. ബാബു തന്റെ ഇടമുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ 58 ഇഞ്ച് നെഞ്ചിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നാൽ പോരാ. ലോകത്തിലെ ഇന്ത്യ അഹമ്മദ് സാർ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ 5 സംസ്ഥാനങ്ങൾ ഭീഷണിയാവുന്ന ഒരു രാജ്യമായി അത് ബംഗ്ലാദേശ് മാറാൻ പാടില്ല. നടപടി വേണം. അങ്ങേക്ക് 58 ഇഞ്ചിന്റെ നെഞ്ചളവുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അങ്ങയുടെ പാർട്ടിക്ക്, അങ്ങയുടെ പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കുമോ ഇവിടെ നടപടി വേണമെന്ന്? ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങ് അരുണാചൽ പ്രദേശിൽ ചൈന ഇന്ത്യയുടെ 2600 ചതുരശ്ര കിലോമീറ്റർ പോയപ്പോ പഞ്ചപുച്ച മടക്കി നിന്നല്ലോ, ഒരു അക്ഷരം നിന്നില്ലല്ലോ. അതുപോലെ ശ്രീലങ്കയിൽ ചൈനയുടെ താവളം ഉണ്ടാക്കിയല്ലോ, മിണ്ടിയില്ലല്ലോ. മാലിയിൽ
ചൈനയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളെ അവർ അവരോധിച്ചല്ലോ, അങ്ങ് ഇടപെട്ടില്ലല്ലോ. അങ്ങയുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഭീരുവാണ്. അങ്ങയുടെ പ്രധാനമന്ത്രിക്ക് ഈ കോർപ്പറേറ്റ് ഭീമന്മാരെ വളർത്തുക എന്നതല്ലാതെ രാജ്യത്തിന്റെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ബോധം വളർത്തിയെടുക്കാൻ അങ്ങേ കഴിയില്ല. പച്ചയായ രാഷ്ട്രീയം കളിച്ച്, പച്ചയായ വർഗീയത കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നപുംസകമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതനുസരിച്ച് ഉയരുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJP യും തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളത്.